എം.ആർ. അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ യോഗമാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി കെ അരുൺകുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, പൂരം കലക്കൽ ഒപ്പം RSS കൂടിക്കാഴ്ച എന്നിവയിൽ അന്വേഷണം നടക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഈ സ്ഥാനക്കയറ്റ ശുപാർശ. ആ ശുപാർശ സർക്കാർ അംഗീകരിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിൽ ചേർന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് എം.ആർ. അജിത് കുമാറിന് ഉൾപ്പെടെ 95 ബാച്ചിലെ സുരേഷ് രാജ് പുരോഹിത്, എം.ആർ. അജിത് കുമാർ എന്നിവരെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള പാനലിൽ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചത്. ഇതിലേറ്റവും പ്രധാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ADGP എം.ആർ. അജിത് കുമാർ. എന്നാൽ ഈ അന്വേഷണം നേരിടുക എന്ന് പറയുന്നത് എംപാനൽ ചെയ്യുന്നത്, അതായത് പാനലിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമല്ല എന്നുള്ള ചട്ടപ്രകാരമാണ് ചീഫ് സെക്രട്ടറി അന്ന് ആ പാനലിൽ ഉൾപ്പെടുത്തിയതും. എം.ആർ. അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിത് ഇപ്പോൾ ഈ 95 ബാച്ചിൽ എം.ആർ. അജിത് കുമാറിൻ്റെ ബാച്ച്മേറ്റാണ്. പക്ഷേ തൊട്ട് മുമ്പിലുള്ള പേരുകാരൻ സുരേഷ് രാജ് പുരോഹിതാണ്. അദ്ദേഹം ഇപ്പോൾ SPGയുടെ ഡയറക്ടറായി കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് ഉള്ളത്. അപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ചാർജ് മെമ്മോ, അതായത് കുറ്റാരോപണ മെമ്മോയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു അന്വേഷണം മാത്രം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പാനൽ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്ന ചട്ടപ്രകാരമാണ് ഉൾപ്പെടുത്തിയതും അന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്കായി വന്നതും. ADGPയിൽ നിന്ന് DGP ആക്കുന്നതിലും അതുപോലെ DIGയിൽ നിന്നും IG ആക്കുന്നതിലും ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ ഉദ്യോഗസ്ഥരുടെ പാനൽ ലിസ്റ്റ് ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതും അതുപോലെ തന്നെ വാർത്തയാകുകയും ചെയ്യുന്നത് ഈ എം.ആർ. അജിത് കുമാറിൻ്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച ശുപാർശ സർക്കാർ അംഗീകരിച്ചതാണ്. എന്നാൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് ചട്ടമനുസരിച്ചാണ് ഇങ്ങനെ ഒരു ശുപാർശ സമർപ്പിച്ചത്. കാരണം ഒരു അന്വേഷണം നേരിടുന്നു എന്ന് മാത്രം ഒരാളുടെ സ്ഥാനക്കയറ്റത്തെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായി ഇപ്പോഴത്തെ പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂൺ 30 വിരമിക്കുമ്പോൾ ജൂലൈ 1 സംസ്ഥാനത്ത് മറ്റൊരു DGP കസേര ഒഴിവ് വരും. അതായത് 4ാമത് DGP കസേര ഒഴിവ് വരും.